നമസ്കാരം സുഹൃത്തുക്കളെ, റവൈറ്റ്ലെസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സും ഓവർവ്യൂ ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഈ റിയൽമി X3 സൂപ്പർ സൂം ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും സൂം റേഞ്ചുള്ള ഒരു ടെലിഫോട്ടോ ക്യാമറ സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ പല സ്മാർട്ട് ഫോൺസിനും ഇത്രയും സൂം റേഞ്ച് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ P30 Pro, P40 Pro, നമ്മുടെ X2 Pro, സാംസങ് ഗാലക്സി S20 Ultra. പക്ഷേ ഇതെല്ലാം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺസ് ആയിരുന്നു, വളരെ ഹൈ പ്രൈസ് പോയിൻ്റുള്ള സ്മാർട്ട് ഫോൺസ് ആയിരുന്നു. അപ്പോൾ ഈ പെർട്ടിക്കുലർ ഒരു പ്രൈസ് റേഞ്ചിൽ ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോണിന് ഇത്രയും സൂമുള്ള ഒരു ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ഒരു ഓവർവ്യൂ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. തുടങ്ങുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ നമ്മുടെ ബെൽ ബട്ടൺ അമർത്തുക, നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതിരിക്കാൻ. ഇനി നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ബാക്കിയുള്ള റിയൽമി ഫോൺസ് പോലെ വളരെ സിമിലർ ഒരു ബോക്സ് ആണ് കിട്ടുന്നത്. യെല്ലോ കളർ X3 സൂപ്പർ സൂം ബ്രാൻഡിങ്. X3ൻ്റെ നോൺ സൂപ്പർ സൂം, അതായത് ഇത്രയും സൂം ഇല്ലാത്ത ഒരു മോഡലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് കുറച്ചും കൂടി ചീപ്പറും ആയിരിക്കും. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് കണ്ടൻസും എല്ലാം ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ആയിരിക്കും ആ ഒരു വേരിയൻറ്റും കമ്പയർ ചെയ്യുമ്പോൾ. സൈഡിൽ X3 സൂപ്പർ സൂമിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ കാണാം, അതായത് ഗ്ലേസിയർ ബ്ലൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 855+ ചിപ്സെറ്റാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലതാണ്, കാരണം 865 സ്നാപ്ഡ്രാഗൺ വന്നു കഴിഞ്ഞാൽ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് മച്ച് ഇൻക്രീസ് ആവും. അതുമാത്രമല്ല പെർഫോമൻസ് നോക്കുമ്പോൾ 855ഉം 855+ ഇപ്പോഴും വളരെ നല്ല സ്മാർട്ട് ഫോൺ ചിപ്സെറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഡിസിഷനാണ് ഇത്. ഓവറോൾ കോസ്റ്റും കുറച്ച് കുറഞ്ഞു കിട്ടും. 32+8 ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഉണ്ട്. ക്വാഡ് ക്യാമറയാണ്, 60x സൂം വരെ കിട്ടും. 64 MP പ്രൈമറി ക്യാമറ ഉണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ഉണ്ട്. ഇത് 12GB റാം, 256GB സ്റ്റോറേജ് ഓപ്ഷനുള്ള വേരിയൻ്റ് ആണ്. മിക്കവാറും ഇതായിരിക്കും ഹയസ്റ്റ് എൻഡ് വേരിയൻറ്റ്. പിന്നെ താഴെ നമുക്ക് വേറെ ഫീച്ചേഴ്സും അതിൻ്റെ ഓരോ പ്രൈസ് റേഞ്ചും കാണാം ബേസിക്കലി. അപ്പോൾ ഇതിൽ നമ്മൾക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ MRP ആണ്. ₹35,000 ആണ് ഇതിൻ്റെ MRP കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റഫ്ലി ഒരു 2-3K ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഫൈനൽ സെല്ലിംഗ് പ്രൈസും MRP നോക്കുമ്പോൾ. അപ്പോൾ മേ ബി വി ആർ ലുക്കിംഗ് അറ്റ് ഒരു 32,000 അല്ലെങ്കിൽ 33,000 ആയിരിക്കണം ഈ ടോപ്പ് ഓഫ് ദ ലൈൻ വേരിയൻറ്റിന് ഉള്ള പ്രൈസ് പോയിൻറ്റ്. അപ്പോൾ ഇത് ജൂൺ 2020 ആണ് മന്ത്. അപ്പോൾ ഈ മാസം തന്നെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ഇവർ കാണിച്ചിരിക്കുന്ന ഇന്ത്യയിൽ തന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. നോയിഡയിലെ പ്ലാന്റിലാണ് മാനുഫാക്ചർ. പക്ഷേ മാനുഫാക്ചർ ഇന്ത്യയിൽ പറയുമ്പോൾ ഞാൻ ആക്ച്വലി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാനുഫാക്ചർ എന്ന് പറഞ്ഞാലും ആക്ച്വലി ഇവിടെ നടക്കുന്നത് അസംബ്ലിയാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് എല്ലാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ അസംബിൾ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് വരുന്നത്. മാനുഫാക്ചർഡ് ഇൻ ചൈന, മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോലും. ഇനി നമുക്ക് കണ്ടൻറ്റ്സ് നോക്കാം. ഇപ്പോൾ വെൽക്കം ടു റിയൽമി ഫാമിലി, അവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ പതിവുള്ളതാണ്. ഇപ്പോൾ ലെറ്റ്സ് എംബ്രേസ് എ ന്യൂ ജേർണി. ഇപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഒരു സേഫ്റ്റി ഗൈഡും ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഉണ്ട്. അതല്ലാതെ ഒരു TPU ജെൽ കേസാണ്. അകത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു സോർട്ട് ഓഫ് ടെക്സ്ചേർഡ് ഫിനിഷ് ഉണ്ട്. പിന്നെ ഇതൊരു സ്ലൈറ്റ്ലി ഒരു ഫ്രോസ്റ്റഡ് ബ്ലാക്ക് എന്ന് പറയാം, കംപ്ലീറ്റ്ലി ക്ലിയർ അല്ല, കുറച്ചൊരു ബ്ലാക്ക് ടിൻറ്റ് ഉണ്ട് ഇതിന്. ആൻഡ് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത്രയും ഹൈ ക്വാളിറ്റി അല്ല എന്ന് പറയാം, ബട്ട് അഗെയിൻ പ്രൈസ് പോയിന്റിൽ നോക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണാണ്. ആൻഡ് ഒരു നല്ലൊരു ബ്ലൂ കളർ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് നോക്കാം ബ്രീഫ്ലി, എന്നിട്ട് ബാക്കിയുള്ള ബോക്സിൻ്റെ കണ്ടൻസ് നോക്കാം. ഓക്കെ, അതിപ്പോൾ സൈഡിൽ വയ്ക്കാൻ നോക്ക്. എന്നിട്ട് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ബോക്സിൽ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ചാർജറാണ്. റിയൽമി ബ്രാൻഡിങ് കാണുന്നുണ്ട്, അവരുടെ സിഗ്നേച്ചർ യെല്ലോ ആക്സെൻറ്റും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ചാർജർ തന്നെ. ഇത് ആക്ച്വലി 30 watts ആണ് ഫാസ്റ്റ് ചാർജിങ്. മാക്സിമം ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത് 30 watts ആണത്. പിന്നെ നമ്മുടെ USB കേബിളും ഉണ്ട്. ആൻഡ് ലാസ്റ്റ്ലി അതിൻ്റെ അടിയിൽ അവർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിം ഇജക്ടർ പിന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ സിം ഇജക്ടർ പിൻ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോൺ ബൂട്ടപ്പ് ചെയ്തിട്ട് ആക്ച്വലി അതിൻ്റെ ഒരു ക്വിക്ക് ഫീച്ചർ റൺ ത്രൂവും ഓവറോൾ സ്പെസിഫിക്കേഷൻസും എല്ലാം നോക്കുക എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് പറയാം. നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ മറ്റേ ഫോണിൽ നിന്ന് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്ന് ഡിസ്റ്റർബ് ചെയ്യും.
എങ്കിലും നമുക്ക് ഇതിൻ്റെ റഫ് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസ് നോക്കാം. ബേസിക്കലി ഫ്രണ്ടിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 6.6 ഇഞ്ച് സ്ക്രീനാണ്. ഇത് ഫുൾ HD പ്ലസ് ആണ് ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ. പ്ലസ് നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ നമ്മൾ ബേസിക്കലി കണ്ട വേറെ ഫോൺ എന്ന് പറഞ്ഞാൽ പോക്കോ X2 ആണ്. പക്ഷേ ഒരു ചീപ്പർ പ്രൈസ് പോയിന്റിലാണ് അതിൻ്റെ അവൈലബിലിറ്റി. ഇതിൻ്റെ ഓവറോൾ എന്താ പറയുക, ഡിസൈനൊക്കെ നോക്കുമ്പോൾ സാധാരണ റിയൽമി ഫോൺസ് പോലെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആകെ ഈ ഒരു ബ്ലൂ കളറിന് കുറച്ചൊരു ഗ്രേഡിയൻറ്റ് വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ഒരു ലീഫ് ടൈപ്പ് ഒരു ഗ്രേഡിയൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, ഒരു ഇങ്ങനത്തെ ഡയഗണൽ സ്ട്രൈപ്സ് വരുന്നത്. അല്ലെങ്കിൽ നോക്കുമ്പോൾ റിയൽമി ഫോൺസിൻ്റെ സാധാ ഒരു ഡിസൈനാണ്. ആൻഡ് ഒറിജിനലി ഇവർ ആക്ച്വലി കൊണ്ടുവന്നപ്പോൾ വളരെ ഫ്രഷ് ഡിസൈനായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ട് എല്ലാ സ്മാർട്ട് ഫോണും അവർ കൊണ്ടുവരുന്നത് ഇതേ സെയിം ഡിസൈനാണ്. അവരുടെ X50 Pro എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് പോലും അതേ സെയിം ഡിസൈൻ. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ടെക്സ്ചേർഡ് ഫിനിഷാണ്, ഒരു സാറ്റിൻ ഫിനിഷ് ആയിരുന്നു കിട്ടിയത് OnePlus ഡിവൈസിനെ പോലെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചൊരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. എങ്കിലും ഇത് കുറച്ച് ഓൾഡായി പഴയതായി എനിക്ക് തോന്നുന്നു. അവർ മാറ്റാനുള്ള ഹൈ ടൈമായി. അറ്റ്ലീസ്റ്റ് അവരുടെ ലോവർ എൻഡ്, മിഡ് റേഞ്ച്, പിന്നെ ഹൈ എൻഡ് ഡിവൈസ് അവർ തമ്മിലൊരു ഗ്യാപ്പ് കൊണ്ടുവന്നാൽ കുഴപ്പമില്ലായിരുന്നു ഇൻ ടേംസ് ഓഫ് ദ ഡിസൈൻ. ഈ കളേഴ്സും ഈ ബാക്കിലത്തെ പാറ്റേൺ മാത്രം മാറ്റിയാൽ പോരാന്നാണ് എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ. പക്ഷേ ഓവറോൾ ചിലവർക്ക് സ്റ്റിൽ അത്രയും വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4200 mAh ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 30 watts വരെ USB Type-C ആണ് ചാർജിങ് ഉള്ളത്. അപ്പോൾ ബാക്കിൽ വരുന്ന എന്ന് പറഞ്ഞാൽ പ്രൈമറി ഒരു 64 MP ക്യാമറയാണ്. സാംസങ് GW1 സെൻസറാണിത്. ആൻഡ് f1.8 അപ്പേർച്ചർ ഉണ്ട്. പിന്നെ ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറി നൈറ്റ് മോഡ് വരുന്നുണ്ട്. അവർ പറയുന്നു നമ്മുടെ നൈറ്റ് സ്കൈ ഫുൾ ഓഫ് സ്റ്റാർസ്, അങ്ങനത്തെ മിൽക്കി വേ, ഗാലക്സി, അങ്ങനത്തെ ടൈപ്പ് എഫക്റ്റ് കിട്ടാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്തേ ഉള്ളൂ. ഞാൻ ഡെഫിനറ്റ്ലി അത് ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ റിവ്യൂവിലും ക്യാമറ റിവ്യൂവിലും ഡീറ്റെയിൽ ആയിട്ട് പറയും അത് പോസിബിൾ ആണോ ഇല്ലയോ, അത് മാർക്കറ്റിംഗ് ടോക്ക് മാത്രമാണോ എന്ന് ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 8 MP f2.3 അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ഈ സൂപ്പർ സൂം മോഡൽ എന്ന് പറഞ്ഞാൽ 8 MP പെരിസ്കോപ്പ് സൂമാണ്. 5x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. f3.4 അപ്പേർച്ചറും ഉണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഓപ്പോ ഫൈൻഡ് X2 പ്രോയിൽ ഉണ്ടായിരുന്ന സെയിം സോർട്ട് ഓഫ് ടെലിഫോട്ടോ സൂമാണ് കിട്ടുന്നത്. 5x ആണ്. അതിൽ നമ്മൾ നോക്കിയപ്പോൾ 10x ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ് ടു 20x അടിപൊളി ഇമേജസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലും സിമിലർ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാൻ തോന്നുന്നു. ആൻഡ് ഇതിൻ്റെ അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ f3.4 ആണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. ഓഫ്കോഴ്സ് ആ ഒരു സൂം റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതും അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ കാണുന്ന ഈ സ്ക്വയർ ഒരു കട്ടൗട്ടാണ്. ഇതാണ് ആക്ച്വലി ഈ പെരിസ്കോപ്പ് സൂം ലെൻസ്. ഇതല്ലാതെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാക്രോ ലെൻസാണ്. ഇപ്പോൾ റിയൽമി X3യിലും ഇതേ സെയിം സെറ്റപ്പാണ്. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ 5x സൂമിന് വരെ നമുക്ക് കിട്ടുന്ന ഒരു 12 MP ലെൻസാണ് 8 MP വരും. പക്ഷേ 2x ഒപ്റ്റിക്കൽ സൂം മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതല്ലാതെ നമുക്ക് ഫ്രണ്ടിലും ഒരു ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ റിയൽമി X3യിൽ അത് മെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ക്യാമറ ഇതിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 32 MP ക്യാമറയും ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. സിമിലർ ടു നമ്മുടെ X50 Pro. പക്ഷേ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ X3 സാധാ X3യിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 16 MP 8 MP അൾട്രാ വൈഡാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട് മെയിനായിട്ട്. ഓവറോൾ ഡിസൈൻ ഒരു തിങ് ഞാൻ ഇപ്പോൾ നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ മോഡ്യൂൾ കുറച്ച് തിക്കായതുകൊണ്ട് ആൻഡ് ഈ സൈഡിലോട്ടായതുകൊണ്ട് ആക്ച്വലി ഒരു ഫ്ലാറ്റ് ഡെസ്കിൽ, അഥവാ നിങ്ങൾ കേസ് യൂസ് ചെയ്യാതെയാണ് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ ടേബിളിൽ ഇരുന്ന് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയൊക്കെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ കണ്ടോ ബേസിക്കലി ബൗൺസ് ചെയ്ത് കളിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ കേസ് ഇട്ടിട്ട് ബാക്കി വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ബൗൺസ് ചെയ്യാതെ തന്നെ ഡെഫിനറ്റ്ലി എന്താ പറയുക വീഡിയോ ഓഡിയോ കുഴപ്പമില്ലാതെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ആ ബൗൺസിങ് എഫക്റ്റ് കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും സ്ലൈറ്റ് ഒരു എഫക്റ്റ് ഉണ്ട്. ബട്ട് മോർ ഓർ ലെസ് അവോയ്ഡഡ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ 855+ ചിപ്സെറ്റാണ്. ആൻഡ് വളരെ പവർഫുൾ ആണ്. ആൻഡ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്ന റിയൽമി UI ഉണ്ട്, ആൻഡ്രോയിഡ് 10 ഉണ്ട്. ആൻഡ് ഇത് 12GB റാമാണ്, 256GB വേരിയൻ്റ് ആണ്. പക്ഷേ ഇതല്ലാതെ ബേസ് ഒരു വേരിയൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിന് 8+128 ആണ് വരുന്നത്. ആൻഡ് റിയൽമി മറ്റേത് X3 സാധാ നോൺ സൂപ്പർ സൂമിൽ മെയിനായിട്ട് വരുന്ന 8+128, പിന്നെ ബേസ് ഒരു 6+128 കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മൾ ആക്ച്വലി പോക്കോ X2ൽ കണ്ട പോലെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. അപ്പോൾ പോക്കോ X2 ആയിരുന്നില്ല ആദ്യത്തെ ഒരു ഡിവൈസ് ഈ സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊണ്ടുവന്നത്. പക്ഷേ കുറച്ച് പോപ്പുലർ ആക്കിയെന്ന് പറയാം. കാരണം സോണി ഡിവൈസസ് കുറേ നാളായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അവർ ആക്ച്വലി എന്താ പറയുക ഇപ്പോഴാണ്
കുറച്ചും കൂടി വൈഡ് സ്പ്രെഡ് ആയിട്ട് അഡോപ്ഷൻ കാണുന്ന ഈ സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ AMOLED സ്ക്രീൻ ഇല്ലെങ്കിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടില്ല. ഓൾസോ ബാക്കിൽ ഇപ്പോഴത്തെ സ്പേസ് കുറഞ്ഞിരിക്കുകയാണ്, കാരണം ഇത്രയും ക്യാമറ സെൻസേഴ്സ് ഒക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ക്രൗഡഡ് ഡിസൈനും അവോയ്ഡ് ചെയ്യാനും ഓവറോൾ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഓപ്ഷൻസ് നോക്കുന്നത്. അപ്പോൾ ഇതിനും ആ സെയിം ഓപ്ഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ബിറ്റ് റോബിൻ, അതും വേറൊരു ഡിവൈസാണ്, ഈ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടായിരുന്ന ഒരു ഡിവൈസ്. അപ്പോൾ ഇതിനൊരു സ്പ്ലാഷ് പ്രൂഫ് ഡിസൈൻ ആണെന്ന് അവർ പറയുന്നത്. വാട്ടർ പ്രൂഫ് അല്ല, പക്ഷേ സ്പ്ലാഷ് പ്രൂഫ്. അറിയാതെ വെള്ളമൊക്കെ തട്ടിയാൽ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് എന്തായാലും ഒരു വീഡിയോ ലോഡ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ സ്പീക്കേഴ്സിന് ടെസ്റ്റ് ചെയ്യാം. അവർ പറയുന്ന ഒരു സ്പെഷ്യൽ ലീനിയർ സ്പീക്കറാണ്. അപ്പോൾ നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. Which is the same price as the OnePlus Bullets Wireless Z as well. In this video, we're going to be taking a look at what's good, what's bad, and letting you know whether this is worth buying or the lower part of my neck or upper part of my spine. And as a result, I don't like them. But these, considering ഓവറോൾ ഈ സ്പീക്കർ കുഴപ്പമില്ല എന്ന് പറയും, ഈ ടെമ്പററി പെട്ടെന്ന് യൂസ് ചെയ്ത് പറയുമ്പോൾ ആക്ച്വലി. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഫുൾ അതിൻ്റെ ഇൻഡെപ്ത് അനാലിസിസ് തരാൻ പറ്റുന്നത്. എന്തായാലും ഈ ക്യാമറ കട്ടൗട്ട് കുഴപ്പമില്ല. ലെഫ്റ്റ് കോർണർ ആയതുകൊണ്ട് അത്രയും കട്ട് ചെയ്യുന്നില്ല. നമ്മുടെ വാട്ടർമാർക്ക് ഫോർ എക്സാമ്പിൾ റൈറ്റ് കോർണറിൽ വരും, അല്ലെങ്കിൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഈ കോർണറിലാണ് കൂടുതലും വരാറുള്ളത്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ വീഡിയോസ് കാണുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ബേസിക്കലി നടുക്കും മുകളിലും ഈ ഭാഗത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ അപ്പർ ലെഫ്റ്റ് കോർണറിലുള്ള നോച്ച് വളരെ ഒരു നല്ല ഐഡിയ ആണ്. സിമിലർ ടു Realme X50 Pro എന്നും പറയാം. ഓവറോൾ ഡിസൈൻ നോക്കുമ്പോൾ അറ്റ് എ ഗ്ലാൻസ്, എസ്പെഷ്യലി ഇതിൻ്റെ ബേസിക് എന്താ പറയുക ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിലൊക്കെ നോക്കുമ്പോൾ വളരെ സിമിലറാണ് X50 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുമാത്രമല്ല ഇതിൻ്റെ സ്ക്രീനിലും ഒരു പ്രൊട്ടക്ടർ ഉണ്ട്, പ്രീ ഫിറ്റഡ് ആണ്, പ്ലാസ്റ്റിക് സ്ക്രീൻ പ്രൊട്ടക്ടറാണ്. കുറേ ആൾക്കാർ അത് ചോദിക്കാറുണ്ട് കമൻറ്റ് സെക്ഷനിൽ, സ്ക്രീൻ പ്രൊട്ടക്ടർ വരുമോ ഇല്ലയോ എന്ന്. സാധാരണ മിക്ക എന്താ പറയുക BBK ഡിവൈസസ്, അതായത് ഓപ്പോ ആയാലും വിവോ ആയാലും റിയൽമി ആയാലും OnePlus ആയാലും എല്ലാത്തിലും അവർ സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സ് ഫിറ്റ് ചെയ്യാറുണ്ട്. ഇതിലും അതുണ്ട്. പക്ഷേ ഇതിലെ ക്വാളിറ്റി, എസ്പെഷ്യലി റീസെൻ്റ്ലി ഞാനിപ്പോൾ അവരുടെ Find X2 Pro ട്രൈ ചെയ്തു, ഫ്യൂ ഫ്രണ്ട്സ് ആക്ച്വലി OnePlus ഡിവൈസ് ട്രൈ ചെയ്തു. അവരുടെ സ്ക്രീൻ പ്രൊട്ടക്ടറിൻ്റെ ക്വാളിറ്റി കുറച്ച് മോശമായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്തു ഈ ട്രൈ ചെയ്ത ഡിവൈസസിൽ. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. പിന്നെ ഇവിടെ ഒരു ഫ്ലാപ്പും വരുന്നുണ്ട്. എന്തിനാണ് അത് തരുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. മൈക്രോ USB ഡിവൈസിൽ പിന്നെ ഓക്കെയാണ്, പക്ഷേ ഇങ്ങനത്തെ USB Type C ഡിവൈസിൽ ഈ ഫ്ലാപ്പ് മഹാ ബോറാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ അവർ പറയുന്ന കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തിങ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ റിവ്യൂവിനായിട്ട് കിട്ടുമ്പോൾ ഇതിൻ്റെ ആ ഫ്ലാപ്പ് അങ്ങ് വെട്ടിക്കളയും. അപ്പോൾ അതായിരുന്നു Realme X3 സൂപ്പർ സൂമിൻ്റെ അൺബോക്സിങ്ങും ഓവർവ്യൂ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ റിവ്യൂവും ക്യാമറ റിവ്യൂ കാണാൻ മറക്കണ്ട. അതും സൂൺ വരുന്നതായിരിക്കും.